US ഭരണകൂടം H1B H4 വിസ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പരിശോധന ആരംഭിച്ചതോടെ യൂട്യൂബ് കമന്റും പഴയ ബ്ലോഗും വരെ വിസ നിഷേധിക്കാൻ കാരണമായേക്കാം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരം ഡിസംബർ 15 മുതലാണ് H1B H4 വിസ അപേക്ഷകരെയും സോഷ്യൽ മീഡിയ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടങ്ങിയത്. പരിശോധനയുടെ പശ്ചാത്തലത്തിൽ അഭിമുഖ വേളയിൽ തന്നെ വിസ അപ്രൂവൽ ലഭിച്ചേക്കില്ലെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ FMJ വിസ വിഭാഗങ്ങൾക്ക് ഏർപ്പെടുത്തിയ സമാന പരിശോധനയാണ് H1B H4 വിസ അപേക്ഷകർക്കും ആരംഭിച്ചിരിക്കുന്നത്. കോൺസുലർ ഉദ്യോഗസ്ഥൻ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി രാജ്യസുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയായവരുടെ പ്രവേശനം നിഷേധിക്കാനാണ് തീരുമാനം. വിസകൾക്ക് ഇനി തൽക്ഷണ അനുമതി ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകനായ ബ്രാഡ് ബേൺസ്റ്റിനെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തു. കോൺസുലർ ഓഫീസർമാർ അപേക്ഷകരുടെ ഓൺലൈൻ സാന്നിധ്യം വിശദമായി പരിശോധിക്കും. സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വിസ അപേക്ഷ റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അപേക്ഷകന്റെ പേരിൽ ഇന്റർനെറ്റിൽ വരുന്നതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാകുമെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ഫേസ്ബുക്ക്, എക്സ്, ലിങ്ക്ഡിൻ, സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല, ഓൺലൈനിൽ പങ്കുവച്ച കരിക്കുലം വിറ്റെ പേഴ്സണൽ ബ്ലോഗുകൾ, ഫോറങ്ങളിലെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള യൂട്യൂബ് കമന്റുകൾ പോലും പരിശോധനയ്ക്ക് വിധേയമാകും. നിങ്ങളുടെ പേരിൽ ഇന്റർനെറ്റിൽ വരുന്ന എന്തും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിസ അഭിമുഖത്തിന് മുൻപ് തന്നെ ഓൺലൈൻ പ്രൊഫൈലുകൾ ശ്രദ്ധാപൂർവം പരിശോധിക്കാനും അവ പബ്ലിക് സ്റ്റാറ്റസിലേക്ക് മാറ്റാനും അഭിഭാഷകൻ നിർദ്ദേശിക്കുന്നു. സ്വയം ഗൂഗിൾ ചെയ്ത് സ്വന്തം പേരിൽ എന്തൊക്കെ വിവരങ്ങളാണ് വരുന്നതെന്ന് പരിശോധിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. ചില പൊരുത്തക്കേടുകൾ US-ൽ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ, അമേരിക്കയെക്കുറിച്ച് വിദ്വേഷപരമായ പ്രസ്താവനകൾ, തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ, സംശയാസ്പദമായ വർക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ വിസ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പോസ്റ്റുകൾ നീക്കം ചെയ്തതിൻ്റെ സൂചനകൾ എന്നിവയാണ് പരിശോധിക്കുന്നതെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. അഭിഭാഷകൻ ചില ഉദാഹരണങ്ങളും പങ്കുവെക്കുന്നുണ്ട്. അപേക്ഷകൻ വിസ ഫോമിൽ താനൊരു ഫുൾ ടൈം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണെന്ന് പറയുകയും ലിങ്ക്ഡിനിൽ ഫ്രീലാൻസ് ജോലിയോ ഊബർ ഡ്രൈവിംഗോ ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അപേക്ഷകന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യും. US-ൽ സ്ഥിരതാമസത്തിന് കാത്തിരിക്കുന്നു എന്ന കമന്റ് പോലും ഇമിഗ്രന്റ് ഇന്റന്റായി, അതായത് US-ൽ സ്ഥിരതാമസത്തിനുള്ള ഉദ്ദേശമായി കണക്കാക്കും. വിസ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും അഭിഭാഷകൻ മുന്നറിയിപ്പ് നൽകി. US വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് നൽകുന്ന താൽക്കാലിക വർക്ക് വിസയാണ് H1B വിസ. H1B വിസ ഉടമകളുടെ ആശ്രിതർക്കുള്ള വിസയാണ് H4 വിസ. ഡിസംബർ 15 മുതൽ സോഷ്യൽ മീഡിയ പരിശോധന ആരംഭിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഡിസംബർ 2ാം പകുതിയിൽ നിശ്ചയിച്ചിരുന്ന പല വിസ അപ്പോയിന്റ്മെന്റുകളും മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പലർക്കും 2026 മാർച്ചിന് ശേഷമാണ് പുതിയ അപ്പോയിന്റ്മെന്റ് ലഭിച്ചത്. ഇത് വിസ അപേക്ഷകർക്ക് പുറമെ വിസ സ്റ്റാമ്പിങ്ങിനായി കാത്തിരിക്കുന്നവർക്കും തിരിച്ചടിയായിട്ടുണ്ട്. സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കി ജനുവരിയിൽ US-ലേക്ക് മടങ്ങാൻ തീരുമാനിച്ച പലരും ഇന്ത്യയിൽ കുടുങ്ങിയ സാഹചര്യമാണ് നിലവിലുള്ളത്.